ഞാനും എൻ്റെ ഫ്രണ്ടും ഹാരിഷും യോജിച്ച് ഒരു 5500ഓളം സ്ക്വയർ ഫീറ്റാണ് അന്ന് പണിതുള്ളത് 9 വർഷം മുമ്പ്. 2013 ലാസ്റ്റിലാണ് മിസ്റ്റർ സണ്ണി എൻ്റെ ഹാരിഷ് ഒരു രണ്ടുപേരും കൂടി എന്നെ പുതിയ ബിൽഡിങ് പണിയുന്നതിന് വേണ്ടി സമീപിച്ചത്. അപ്പോൾ അവരുടെ സുഹൃത്തായ ചാൾസൺസ് മെഡിസൈൽസിൻ്റെ ഓണർ ജോളി സ്റ്റീഫനാണ് അവരെ എൻ്റെ അടുത്തേക്ക് റെക്കമെൻഡ് ചെയ്ത് അയച്ചത്. ഏകദേശം 1.5 വർഷത്തോണ്ട് ആ ബിൽഡിങ്ങിൻ്റെ പണി പൂർത്തീകരിച്ചു. അന്നു മുതൽ ഇന്ന് വരെ അവരുമായുള്ള ബന്ധം വളരെ ഊഷ്മളതയോടെ തന്നെ കാത്തു സൂക്ഷിക്കുന്നു. ഈ പ്രോജക്റ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2 സൈഡ് എബട്ട് ചെയ്തിട്ട്, അതായത് ബൗണ്ടറിയോടുകൂടി ചേർത്തിട്ടാണ് ഞങ്ങൾ ബിൽഡിങ് പണിതിട്ടുള്ളത്. അതിൽ ഒരു സൈഡ് വാക്കൻ്റ് പ്ലോട്ടും മറ്റേ സൈഡ് പഴയ ഒരു ബിൽഡിങ്ങും ഉണ്ട്. ആ ബിൽഡിങ്ങിനോട് ചേർന്നിട്ടാണ് ഞങ്ങൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ സൈഡിലുള്ള കൺസ്ട്രക്ഷൻ ഞങ്ങളെ സംബന്ധിച്ച് വളരെ ടാസ്ക്കായിരുന്നു. കാരണം പഴയ കാലത്തെ ലാക്ട്രേറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഫൗണ്ടേഷനാണ്. അധികം ഡെപ്തില്ല. ഞങ്ങളുടെ പ്ലോട്ട് കുറച്ചും കൂടിയും ഡെപ്തിലാണ് നിന്നിരുന്നത്. അപ്പോൾ ഒരു സൈഡ് ബൗണ്ടറിയോട് ചേർന്നിട്ടുള്ളത് അഡ്ജസ്റ്റൻ്റെ സൈഡിൽ ഒരു പഴയ ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ആ ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടേഷനൊന്നും അധികം താഴ്ചയുണ്ടായിരുന്നില്ല. അത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ ടാസ്ക്കായിരുന്നു. ഞങ്ങളുടെ ഫൗണ്ടേഷൻ അതിനേക്കാളും താഴ്ന്നിട്ടാണ് പോകേണ്ടിയിരുന്നത്. ഞങ്ങളതിൻ്റെ ഓരോ ഭാഗവും ആദ്യം തന്നെ റീടൈനിങ് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഏതാണ്ട് 1 മീറ്റർ റീടൈൻ ചെയ്തിട്ടാണ് ആദ്യം തന്നെ ആ വോളിനെ ബലപ്പെടുത്തിയതിന് ശേഷമാണ് ഇതിൻ്റെ ആ ചുമരിനോട് ചേർന്നുള്ള ഫൗണ്ടേഷൻ ചെയ്തത്. അപ്പോൾ ഈ ബിൽഡിങ്ങിൽ ഒരു സൈഡ് എക്സെൻട്രിക്കും മറ്റേ സൈഡ് സാധാ ഐസൊലേറ്റഡ് ഫുട്ടിങ്ങും ഇങ്ങനെയാണ് ചെയ്തത്. ഏതാണ്ട് 1.5 വർഷത്തോളമാണ് അതിൻ്റെ പണി പൂർത്തീകരിച്ചത്. അതിൻ്റെ ഒപ്പം തന്നെ ഇൻറ്റീരിയറും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞങ്ങൾ ചെയ്തു തീർത്തു. ഏരിയ വളരെ കുറവായിരുന്നു. ഞങ്ങൾക്ക് മെറ്റീരിയൽസ് സ്റ്റോറേജ് ചെയ്യാനായിട്ട് വളരെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ റോഡിന് അന്ന് അത്രയധികം വീതി ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നിരുന്നാലും അത് വളരെ വേഗത്തിൽ, ഈ 1.5 വർഷം എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ കാലയളവാണ് അത്തരത്തിലുള്ള ബിൽഡിങ്ങുകളിലെ. വളരെ വേഗത്തിലും അതുപോലെ ഒരു മെറ്റീരിയൽ ഒന്നിലും ക്വാളിറ്റിയിലോ അതേപോലെ തന്നെ വർക്ക്മാൻഷിപ്പിലോ ഒന്നിലും ഒരു കുറവ് വരുത്താതെയാണ് ആ ബിൽഡിങ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അവരായിട്ടുള്ള ബന്ധം ഞങ്ങൾക്ക് തുടർന്നു കൊണ്ട് പോകുന്നത്. ഞങ്ങൾക്ക് വളരെയധികം തൃപ്തികരമായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ് പുള്ളി നടത്തിയത്. ആ ആത്മബന്ധം ഫ്രണ്ട്ഷിപ്പും ഇന്നും തുടരുകയാണ്. ഇന്ന് വിളിച്ച് വരാൻ പറഞ്ഞു. ആളെ പുതിയ കൺസ്ട്രക്ഷനൊക്കെ എനിക്ക് കാണിച്ചു തന്നു, എല്ലാം പറഞ്ഞ് വിവരിച്ചു. ഇപ്പോഴും അതേ അന്നുള്ള അതേ ഫ്രണ്ട്ഷിപ്പ് ഇന്നും മെയിൻറ്റെയിൻ ചെയ്യണ നല്ല ഒരു വ്യക്തിയാണ്. നമുക്ക് വിശ്വസിച്ച് ആളെ ഈ മേഖലയിലുള്ള എല്ലാ വർക്കും ഏൽപ്പിക്കാവുന്നതാണ്.